ഹലോ കൂട്ടുകാരെ, ബി സിസ്റ്റേഴ്സ് ഭാനുഭദ്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ ഹാംസ്റ്റേഴ്സിനെ മേടിക്കാൻ പോയ വീഡിയോ ഇടാന്ന്. ആ വീഡിയോ ആണ് ഇത്. ഹാംസ്റ്റേഴ്സിനല്ല, എല്ലാ ആനിമൽസിനെയും ജസ്റ്റ് ഒന്ന് കാണാൻ പോയതാണ്. ഇപ്പോൾ നമ്മുടെ ഹാംസ്റ്റേഴ്സിൻ്റെ ക്യൂട്ട്നെസ് കാരണം നമ്മൾ മേടിച്ചു. ഇതിൻ്റെ മാമൻ വേറൊരു ഹാംസ്റ്ററിനെ കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇക്രു മാമനാണ്. പിന്നെ ഹാംസ്റ്റേഴ്സ് മാത്രമല്ല, കുറേ അനിമൽസ് ഉണ്ട്. നമ്മൾ വന്നിട്ടുള്ളത് അൽവേഴ്സ് ആൻഡ് ബേർഡ്സ് ആൻഡ് പെറ്റ്സ് എന്ന് പറയുന്ന ഒരു പെറ്റ്സ് മാർക്കറ്റിലാണ്. കുറേ കോളനിയിൽ കുറേ വീടുകൾ വെച്ചാണൊക്കെ അത്രയും പെറ്റ് ഷോപ്സ് ഉണ്ട്. അതിപ്പോൾ നമ്മൾ ഹാംസ്റ്റേഴ്സിനെ മേടിക്കാൻ പോയ സ്ഥലമാണിത്. ഇത് കുറേ ടൈപ്പ് ഹാംസ്റ്റേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ മേടിച്ചത് ഡെസേർട്ട് ഹാംസ്റ്ററാണ്. നമ്മൾ അനിമൽസിനെ കാണാൻ പോയി, പക്ഷേ ഹാംസ്റ്റേഴ്സിൻ്റെ ക്യൂട്ട്നെസ് കാരണം നമ്മൾ മേടിച്ചു. ഒരെണ്ണത്തിന് 35 ദിർഹംസാണ്. ഇവർ ഈ ഓടുന്ന സാധനവും ആമയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഹാംസ്റ്റേഴ്സ് ഇങ്ങനെ ഓടിയില്ലായിരുന്നോ, ആ സംഭവം നമ്മുടെ സംഭവം കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പിന്നെ മുയലുണ്ട്, ബ്ലാക്ക്. ഇതിനകത്ത് നമ്മുടെ ഹാംസ്റ്റേഴ്സിനെ മേടിച്ച് ഇവർ ഓടുന്നൊരു സാധനം ചെറിയ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇതൊരു നമുക്ക് ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ എടുക്കാനൊക്കെ പറ്റും. ഇവരാണ് നമ്മുടെ ഡെസേർട്ട് ഹാംസ്റ്റർ. ഇതിനകത്ത് ഡോണയും ഡോറയും ഉണ്ട്. ഫസ്റ്റ് ഞാൻ എടുത്തത് ഒരു വൈറ്റ് ഹാംസ്റ്ററിനെ ആയിരുന്നു. പിന്നെ നമ്മൾ മാറ്റിയിട്ട് നമ്മുടെ ഡോറേനെ എടുത്ത് കൂട്ടിലിട്ടു. പിന്നെ ഈ ഒരു ബ്രൗൺ കളറുള്ള ഹാംസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ബ്ലാക്ക് കളറ്. പിന്നെ അവിടെ ഒരു പല്ലി കണക്കൊരു സാധനം കിടക്കുന്നുണ്ട്, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ആമ, ഓന്ത്. പിന്നെ ഈ പല്ലിക്ക് കഴിക്കാൻ ഇട്ട് കൊടുത്ത ആ ഭക്ഷണം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കുറേ പുഴുക്കളൊക്കെ കിടക്കുന്നു. പിന്നെ ഹാംസ്റ്ററിൻ്റെ അടുത്ത് പോയി. നമ്മൾ ഒരു ഹാംസ്റ്ററിന് ഞാൻ പറഞ്ഞില്ലേ 35 ദിർഹംസാണ്. പിന്നെ ഈ കുറേ ഹാംസ്റ്റേഴ്സ് നമുക്ക് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ബ്രൗൺ ഹാംസ്റ്ററിനെ എടുക്കാമെന്നാണ്. പിന്നെ നമ്മൾ വൈറ്റും ബ്ലാക്കും കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ഡ്രസ്സ് പോലെ തന്നെ വൈറ്റും ബ്ലാക്കും ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിനെ എടുക്കാമെന്ന്. എടുത്ത് കാണിച്ച് നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ നമ്മുടെ വേറെ ഹാംസ്റ്റേഴ്സ്. പിന്നെ ഹാംസ്റ്റേഴ്സ് മാത്രമല്ല, ഇങ്ങനെ പപ്പീസ്, ഡോഗ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരു മുയൽ ഇങ്ങനെ കിടക്കുകയാണ്. കുറേ എണ്ണത്തിനൊക്കെ ഓർഡർ ചെയ്ത് വെച്ചേക്കുന്ന സംഭവങ്ങളാണ്. ഇതാണ് നമ്മുടെ പപ്പീസ്. കുറേ പപ്പീസ് ഉണ്ടായിരുന്നു. വലിയൊരു കൂടിൽ. ഭദ്രുവിന് അതൊക്കെ ഇഷ്ടപ്പെട്ടു. ബ്രൗൺ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണൊക്കെ കുറേ ക്യൂട്ട്. ഇവർ ഡോൺ ടച്ച് എന്നൊക്കെ തൊടാൻ പറ്റില്ലായിരുന്നു. ഇവരൊന്നും തൊടാനും പറ്റത്തില്ലായിരുന്നു. ഇവരെ ചിലരൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചേക്കുകയാണ്. നമുക്ക് തൊടാനൊന്നും പറ്റില്ല. പിന്നെ നമ്മുടെ ഷിറ്റ്സു. ഇത് ഭയങ്കര ആക്റ്റീവാണ്. 2 ട്വിൻസ് ആണെന്ന് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടികളുണ്ട്. കുറച്ച് പൂച്ചയും കുറേ ബൗബോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു നല്ല ഫറുള്ളൊരു ക്യാറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുറച്ച് മുയലാണ്. നമ്മൾ ഹാംസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പല കളറുള്ള ഹാംസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഭദ്രു അതിനെ എടുക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കിളികളുണ്ടായിരുന്നു. ഇത് നമ്മൾ ഹാംസ്റ്റേഴ്സിനെ മേടിക്കാൻ പോയ ആ ഒരു ഷോപ്പല്ല, അവിടെ തന്നെയുള്ള വേറൊരു ഷോപ്പാണ്. എന്നുവെച്ചാൽ ഇത് ഭയങ്കര ഒരു ഗാർഡൻ കണക്ക് ഇങ്ങനെ കിടക്കുകയാണ്. ഇവരൊക്കെ കണ്ടോ, ഇവർ ഭയങ്കര എൻ്റെ അത്രയൊക്കെ ഉണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, എൻ്റെ അത്രയൊക്കെ ഉണ്ട്. ഇവരെയൊക്കെ മേടിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ ഇവരെയൊക്കെ മേടിച്ചിട്ട് എങ്ങനെ വളർത്തും? ഇത് സെക്യൂരിറ്റിക്കൊക്കെ നമ്മൾ കൊണ്ടു നടക്കുന്ന ഡോഗ്സിനെ കണക്കാണ്. പിന്നെ നമ്മുടെ ക്യൂട്ട് കുറച്ച് പെറ്റ്സ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഡിസൈൻ കണ്ടോ, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ ബോളും ഡോഗ്സിൻ്റെയൊക്കെ പടം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ക്ലീനും ഹൈജീനും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പെറ്റ്സിന് വരെ ഇത്രയും ക്ലീൻ ആയിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ ഈ വലിയ ഡോഗൻ ഞാൻ വിചാരിച്ചു ഇവയൊക്കെ എണീറ്റ് നിന്ന തല തട്ടില്ലേന്ന്, അത്രയ്ക്ക് വലുതായിരുന്നു. പിന്നെ നമ്മുടെ കുറച്ച് ചെറിയ പപ്പീസ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്കിഷ്ടപ്പെട്ടത് നമ്മുടെ ഹാംസ്റ്റേഴ്സിനെയാണ്.
പിന്നെ ഈ വൈറ്റൊരു പോളാർ ബിയറിനെ കണക്കിരിക്കുന്ന ഒരു ഡോഗ് ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞി ക്യാറ്റ്സ്, പിന്നെ അവരുടെ കുറേ കളിക്കുന്ന സംഭവങ്ങൾ. പിന്നെ ഓരോ ക്യാറ്റിങ്ങനെ കിടക്കുമായിരുന്നു. ഭദ്രു അത് വലിച്ച് പൊട്ടിച്ച് തുറക്കാൻ പിടിച്ച് മാറ്റി. പിന്നെ ഒരു ബ്രൗണി ഡോഗ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഞാൻ പേരിട്ടത് ബ്രൗണിന്ന്. പിന്നെ ബാക്കിൽ കിടക്കുന്ന പിക്ചർ ഉണ്ടല്ലേ, അത് നല്ല രസമുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതെന്നെ കണ്ടപ്പോൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് അനങ്ങാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ കുറച്ച് ഇങ്ങനെ കറങ്ങി ചാടുന്ന ഒരു ബോബു ഉണ്ടായിരുന്നു. പിന്നെ ഒരു നല്ലൊരു ക്യൂട്ട് ഞാൻ കളിപ്പിച്ചുകൊണ്ടിരുന്നത്, അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വീണ്ടും നമ്മുടെ ബ്രൗണി. പിന്നെ കുറേ വൈറ്റും ബ്ലാക്കും ഒക്കെ ഉള്ള കുറേ പട്ടിക്കുട്ടികൾ. പിന്നെ കുറേ ഈ നമ്മുടെ ബ്രൗൺ പട്ടിക്കുട്ടീനെ കണക്ക് തന്നെ വേറെ കുറേ ഉണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ അടുത്ത് വന്നപ്പോഴത്തേക്ക് കുരച്ചു. ഇത് കണ്ടോ, വാലിലൊക്കെ കടിക്കുന്നു. ഇവരുടെ ഈ ഡിസൈൻ, എനിക്ക് ഇവരുടെ ബാക്കിലുള്ള ഈ ഡിസൈൻ കൂടുതൽ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഡിസൈൻ. പിന്നെ ഒരു ബ്ലാക്കും ഒരു ബ്രൗണും പപ്പി ഉണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഇതിന് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട് കൂടെ പൊളിച്ച് കയറാൻ നോക്കുമായിരുന്നു. പിന്നെ ഇതൊരു പോമറേനിയനാണെന്ന് തോന്നുന്നു. നല്ല ഫറുള്ളൊരു ഇതായിരുന്നു. ഇതിൻ്റെ കൂടെ ഞാൻ എപ്പോഴും കളിച്ചുകൊണ്ടിരുന്നത്. ഇത് കൂടെ എപ്പോഴും കളിക്കുമായിരുന്നു. പിന്നെ അവിടെ തന്നെ കുറേ ഡോഗ്സ് ഉണ്ടായിരുന്നു. ഇത് ക്യാറ്റ്സിനെക്കാട്ടി കൂടുതൽ അവിടെ ഡോഗ്സ് ആയിരുന്നു ഉണ്ടായിരുന്നേ. പിന്നെ കുറേ ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവരിങ്ങനെ തുറന്ന് വിട്ടേക്കായിരുന്നു. പിന്നെ ഞാൻ ഒരു കൂട്ടിലിട്ട് ഞാൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തത്തയില്ലേ, അത് കൂട്ടിലിട്ടേക്കെന്നിറങ്ങണം. അത് എൻ്റെ അടുത്ത് ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. അത് എൻ്റെ അടുത്ത് ഹെല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറെ വലിയ തത്തകളൊക്കെ ഇതിനെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഇതെൻ്റെ തലയിൽ കുത്തുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ കുറേ ബേർഡ്സ് ഇവരെ തുറന്നിങ്ങനെ ഫ്രീഡം കൊടുത്തിട്ടിരിക്കുന്നു. പക്ഷെ ഇവരെവിടെയും പോയിട്ടില്ല. നമ്മൾ കഥയൊക്കെ തുറന്നകത്ത് കയറുന്നവരെ ഇവരെവിടെയും പോകാനൊന്നും നോക്കത്തില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന ലവ് ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതാ ഈ ഒരു തത്തകളിലെ ഇവരെപ്പോഴും അടി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു, നല്ല വലിയ സൗണ്ടൊക്കെ വെച്ചിട്ട്. ഞാൻ പേടിച്ചു പോയി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇവരുടെ തലയിൽ ഇങ്ങനെ കൊത്തുമെന്ന്. എൻ്റെ മുഖം കണ്ടറിയുന്നെങ്കിൽ ഞാൻ പേടിച്ചിട്ട് അവിടെ പോയിരിക്കുന്നത്. പിന്നെ ഒരു ക്യൂട്ട് പിങ്ക് കളറുള്ള ബേർഡ്സ് ഉണ്ടായിരുന്നു. ഇതാണ് ബേർഡ്സിൻ്റെ സ്ഥലം. പിന്നെ ഇതെന്ത് മുയലല്ലേ? പിന്നെ ഈ തത്തയായിരുന്നു എൻ്റെ കൂടെ ഇങ്ങനെ ഹലോ പറഞ്ഞത്. പിന്നെ ഫിഷ്, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കണക്കത്തെ ഫിഷൊക്കെ ഉണ്ടായിരുന്നു.